വാരപ്പെട്ടി ഗ്രാമപഞ്ചായത്തിനെ സമ്പൂർണ്ണ ശുചിത്വ ഗ്രാമപഞ്ചായത്തായി പ്രഖ്യാപിച്ചു. 2024 ഒക്ടോബർ 2 ഗാന്ധി ജയന്തി ദിനത്തിൽ തുടക്കമിട്ട മാലിന്യമുക്ത കേരളം വൃത്തിയുള്ള വാരപ്പെട്ടി ജനകീയ ക്യാമ്പയിൻ വിജയകരമായി പൂർത്തീകരിച്ചതിന്റെ സൂചനയായി സമ്പൂർണ്ണ ശുചിത്വ ഗ്രാമ പ്രഖ്യാപനം വാരപ്പെട്ടി കമ്മ്യൂണിറ്റി ഹാളിൽ ചേർന്ന സമ്മേളനത്തിൽ വെച്ച് കോതമംഗലം MLA ആന്റണി ജോൺ നിർവഹിച്ചു. ഇതിന് മുന്നൊരുക്കമെന്നുള്ള നിലയിൽ ഒരുപാട് പരിപാടികൾ നമ്മളൊക്കെ ഇതിൽ പങ്കാളികളായവരാണ്. ഇവിടെ നമ്മളെ സംബന്ധിച്ച് മറ്റൊരു നേട്ടം കൂടി, ജില്ലയിൽ തന്നെ 1ാം സ്ഥാനത്താണ് വാരപ്പെട്ടി. അത് എല്ലാ കാലത്തും ആ നിലയിൽ തന്നെയാണ്. ഇവിടെ മുൻകാലങ്ങളിലൊക്കെ വിവിധങ്ങളായിട്ടുള്ള ഇവിടെ സാക്ഷരതാ യജ്ഞമാണെങ്കിലും ജനകീയ ആസൂത്രണത്തിൻ്റെ അത് കൃത്യമായി നടപ്പിൽ വരുത്തുന്ന കാര്യത്തിനകത്തൊക്കെ കേരളത്തിൽ തന്നെ മാതൃകയായി പ്രവർത്തിച്ച ഒരു ഗ്രാമപഞ്ചായത്താണ് വാരപ്പെട്ടി ഗ്രാമപഞ്ചായത്ത്. അപ്പം അതിൻ്റെ ഒരു തുടർച്ച എന്നുള്ള നിലയിലാണ് നമ്മൾ ഈ 2025 കേരളം വലിയൊരു ലക്ഷ്യത്തിലേക്ക് നടന്നെടുക്കുമ്പോൾ വാരപ്പെട്ടി വളരെ വേഗത്തിൽ, എറണാകുളം ജില്ലയെ സംബന്ധിച്ച് എത്രയോ പഞ്ചായത്തുകളുണ്ട്, കൊച്ചി കോർപ്പറേഷൻ അടക്കം നിരവധി നഗരസഭകൾ, നിരവധി ഗ്രാമപഞ്ചായത്തുകളൊക്കെ ഈ ജില്ലയിലുള്ളപ്പോൾ ഗവൺമെൻറ് മുന്നോട്ട് വെച്ചിട്ടുള്ള 13 നിബന്ധനകളിൽ ഏറ്റവും നന്നായി അത് പാലിച്ചുകൊണ്ട് ഈ ശുചിത്വ പ്രഖ്യാപനം നടത്തുന്ന ഒരു പഞ്ചായത്തായി വാരപ്പെട്ടിക്ക് മാറാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PK ചന്ദ്രശേഖരൻ നായർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് മെമ്പർ റാണിക്കുട്ടി ജോർജ് ശുചിത്വ സന്ദേശം നൽകി. നിയമബദ്ധവുമായ അത്തരം പ്രവർത്തികളിൽ ഞാൻ ഒരിക്കലും ഏർപ്പെടുകയില്ല. അതിന്റെ പ്രത്യേകതകളെക്കുറിച്ച് എനിക്ക് പരിപൂർണ ബോധ്യമുണ്ട്. ഗ്രാമപഞ്ചായത്തിലെ മികച്ച സ്ഥാപനങ്ങൾക്കും വീടുകൾക്കും ട്രോഫിയും ക്യാഷ് പ്രൈസുകളും വിതരണം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദു ശശി സ്വാഗതം പറഞ്ഞു. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഡയാന നോബി, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ നിസാമോൾ ഇസ്മയിൽ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ MS ബെന്നി, ദീപ ഷാജു, മെമ്പർമാരായ ഏഞ്ചൽ മേരി ജോബി, PP കുട്ടൻ, KK ഹുസൈൻ, ദിവ്യ സലി, പ്രിയ സന്തോഷ്, ശ്രീകല C, ഷജി ബസി, സെക്രട്ടറി MM ഷംസുദ്ദീൻ, ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ റഹീം ചന്ദാര, ഷാജി വർഗീസ്, സഹകരണ ബാങ്ക് പ്രസിഡന്റുമാരായ ഹാൻസി പോൾ, KC അയ്യപ്പൻ, CDS ചെയർപേഴ്സൺ ധന്യ സന്തോഷ്, KK പ്രകാശ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് KCV ന്യൂസ്.